ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന CPO, വിമൻ CPO, LDC, LGS എന്നിങ്ങനെയുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഈ സീരീസ് ഓഫ് ടോപ്പിക്സ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന 150 ടോപ്പിക്സിൻ്റെ സീരീസ് ആണ്. അപ്പോൾ 150 ടോപ്പിക്സിൻ്റെ സീരീസിൽ നമ്മൾ ചെയ്യുന്ന ഏതാണ്? നമ്മൾ ചെയ്യുന്നതിന് കെമിസ്ട്രിയുടെ ഭാഗമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, മിസ്സേ മറ്റേ ഇന്ത്യയിലെ വിളകൾ റാബി, ഖാരിഫ്, സെയ്ദ് എന്നിങ്ങനെയുള്ള വിളകളുണ്ട്, അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുത്ത് തരാമോ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ക്ലാസ് ഉണ്ട്. അത് 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്ക് തന്നെയാണ്. പിന്നെ അതിന് മുമ്പ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും വേണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. അതും നമ്മുടെ 150 ടോപ്പിക്സിലുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സജഷൻസ് എന്നെ അറിയിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് കമൻറ്റ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നതിലൊന്നും മടിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കണ്ടിട്ടില്ലെങ്കിൽ പോലും, പക്ഷെ എനിക്ക് എന്തോ എല്ലാവരും സ്ഥിരം നമ്മുടെ വ്യൂസ് നമ്മളെ കാണുന്നവരും നമുക്ക് കമൻറ്റ് ഇടുന്നവരും, കാണുന്നവരാരൊക്കെയെന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും കമൻറ്റ് ഇടുന്നവരൊക്കെ എനിക്ക് ഏതാണ്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന അനിയനോ അനിയത്തിയോ അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സിസ്റ്ററോട് ചോദിക്കുന്ന പോലെ എന്നെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്ക്, അപ്പോൾ അതെനിക്ക് 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി തരേണ്ട ടോപ്പിക്സ് ആണെങ്കിൽ അങ്ങനെ അതിൻ്റെ റെലവൻസ് ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമായാൽ ഞാനത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ടോപ്പിക്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് തരുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കമൻറ്റൊക്കെ ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ എനർജി ലെവൽ അങ്ങ് കൂടും. ഇപ്പം തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാതിരിക്കുവാണ്. എനിക്കിപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് ഭയങ്കര കഫക്കെട്ടെന്ന് പറഞ്ഞാൽ വല്ലാത്ത ചുമയും കഫക്കെട്ടും. മൊത്തത്തിൽ എല്ലാവർക്കും ഈ ഒരു ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. പക്ഷെ സാധാരണക്കാർക്ക് അത് വലിയ പ്രശ്നമായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത്, അതായത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എഫർട്ട് എടുക്കുന്ന സമയത്ത് ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ ആ ബുദ്ധിമുട്ടുകളെയൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അത് വരാനുള്ള എനർജിയും നിങ്ങളുടെ കുറച്ച് പേരുടെയൊക്കെ കമൻസ് തന്നെയാണ്. കാരണം സ്ഥിരമായിട്ട് നല്ല ചില കമൻസ് വരുമ്പോൾ മിസ്സേ എവിടെ ആയിരുന്നു, അല്ലെങ്കിൽ കുറേ പേര് ആ വയ്യാതിരുന്ന സമയത്ത് മിസ്സേ റെഡിയായോ, ഈ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ മാറിയോ എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു കമൻറ്റ് കാണുമ്പം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നുള്ളൊരു ഫീല് എന്നിലേക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആ ഫീലിംഗ് തന്നെയാണ് വീണ്ടും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരാനായിട്ട് ഉള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളോട് ഒരു കമൻറ്റ് ഇടുന്നതിലോ ഒന്നും ആരും ഷൈ ആവുമോ, അതൊരു മോശമല്ലേന്നോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് എന്നോട് ചോദിക്കാം. പിന്നെ ചില കമൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ചിലത് നമുക്ക് ഇറിറ്റേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു 1 ഡേയോ 2 ഡേയ്സോ നമ്മൾ ക്ലാസ് ഇട്ടില്ലെങ്കിൽ അത് എന്തെങ്കിലും നമ്മുടെ ചിലപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് എന്തെങ്കിലും ആയിരിക്കാം, അതുകൊണ്ടൊക്കെ ചിലപ്പോൾ ഇടാൻ പറ്റാതെ വരും. അപ്പോൾ ഉടനെ എൻ്റെ ക്ലാസ് നിർത്തി പോയോ എന്നൊക്കെ ചോദിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും നമ്മളവർക്ക് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളിങ്ങനെ വളരെ ഫ്രീ ആയിട്ട്, അത് നിങ്ങളുടെ പെയ്ഡ് ക്ലാസ്സിൽ പോലും നിങ്ങൾക്ക് ഇത്ര മികച്ച കണ്ടന്റ് കിട്ടില്ല എന്നുള്ള 100% ഉറപ്പാണ്. അത് നിങ്ങൾക്കും അറിയാം. പലരും അത് കമൻറ്റും ചെയ്യാറുണ്ട്. അത് എനിക്കറിയാം, അറിഞ്ഞു തന്നെയാണ് ഞാൻ ക്ലാസ് തരുന്നത്. അപ്പോൾ ഇതുപോലത്തെ കമൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കും. പിന്നെ ഞാൻ ആ 1 2 കമൻറ്റേ അത്രയും കാണാറുള്ളൂ. ബാക്കി കുട്ടികളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കമൻസിലൂടെ അറിയിക്കാം. അപ്പം ഇതുപോലെയുള്ള ആൾക്കാരെ ഞാനങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലോർക്കാം, അവനെ പറയുന്നുള്ള അവന് ദൈവം എവിടെയെങ്കിലും കൊടുത്തോളൂ, അല്ലെങ്കിൽ അവൾക്ക് കൊടുത്തോളും എന്നുള്ള ചിന്തയെ മനസ്സിൽ വരാറുള്ളൂ കേട്ടോ, വേറൊന്നും വരാറില്ല. അപ്പം സ്വാഭാവികമായിട്ടും അത്രയും ഫ്രീ ആയിട്ടൊരു സാധനം തരുമ്പോൾ 2 ദിവസം കണ്ടില്ലേ, നിങ്ങൾ നിർത്തി പോയോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഈ നിങ്ങളെ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര അകൽച്ച ഫീൽ ചെയ്യും. അതേസമയം നിങ്ങൾ അല്ലാത്ത ചില കമൻസ് സാധാരണ ഞാൻ കാണാറുണ്ട്. ഞാൻ എൻജോയ് ചെയ്ത് വായിക്കുന്ന ചില കമൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കമൻസും വായിക്കാറുണ്ട്. ഇപ്പോൾ ഒരു 2 ഡേയ്സ് ആയിട്ടാണ് അങ്ങനെ കമൻസ് അധികം വായിക്കാൻ പറ്റാതെ വരുന്നത്. ഞാനും കുറച്ച് തിരക്കുകളിലാണ്. നിങ്ങൾക്കറിയാലോ, മൊത്തത്തിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ബിസി ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് 2 ദിവസമായിട്ട് വായിക്കാൻ പറ്റിയില്ല. എൻ്റെ ഒരു തിരക്ക് കുറയുന്ന സമയത്ത് ഞാനിത് വായിക്കുകയും അതിൻ്റെ കമൻസിന് റിപ്ലൈ തരുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക. പിന്നെ നമ്മൾ 5 നേരമൊക്കെയാണ് ക്ലാസ് തരണമെന്ന് വിചാരിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് അതിൻ്റെ അത്രയും സ്ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് 5 എന്നുള്ളത് ചിലപ്പോൾ 4ലോ 3ലോ ഒക്കെ ആയിട്ട് ഒതുങ്ങിപ്പോകുന്നത്. മാക്സിമം 5 ക്ലാസ് തരാൻ തന്നെ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കെമിസ്ട്രിയുടേതാണ്. കെമിസ്ട്രിയുടെ ക്ലാസ്സിനകത്ത് നമ്മൾ പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തന്നെയാണ്. അതാണ് മൂലകങ്ങൾ. അതായത് PSC പരീക്ഷയിൽ നമ്മളോട്
ചിലപ്പം മൂലകങ്ങൾ അതിൻ്റെ പ്രതീകം, ചില മൂലകങ്ങളുടെ പ്രതീകം, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് തന്നിട്ട് ഇത് ഏത് മൂലകത്തിന്റെ പ്രതീകമാണെന്ന് ചോദിക്കാം. CR ക്രോമിയം ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ, അതേപോലെ എണ്ണ എന്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം ആണെന്ന് അറിയാം. അപ്പോൾ ഇതുപോലെ പ്രതീകങ്ങൾ തന്നിട്ട് ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൂലകങ്ങളെ കുറിച്ച് എന്താണ് മൂലകം, എന്താണ് സംയുക്തം, സംയുക്തത്തിന് ഉദാഹരണം എന്താണ്, അതുപോലെ തന്നെ മൂലകങ്ങളുടെ പേര് വന്ന പല വഴികളുണ്ട്. ചിലപ്പോൾ ചില ശാസ്ത്രജ്ഞന്മാരുടെ ക്യൂറിയം, മേരി ക്യൂറിയുടെ പേരിൽ നിന്ന് വന്നു, അങ്ങനെ അതുപോലെ തന്നെ ചില രാജ്യങ്ങളുടെ പേരിൽ നിന്ന് വന്നു, പൊളോണിയം പോളണ്ടിന്റെ പേരിൽ നിന്ന് വന്നു അല്ലേ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് LGSനും LDCക്കും CPOക്കും ഡിഗ്രി ലെവലിനും ഒക്കെ ആവശ്യമുള്ളൊരു പാർട്ടാണ്. സോ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനും കാണണം. അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ SCRT പുസ്തകം എടുത്താൽ ചെയ്തിരിക്കുന്നത്. കാരണം അതിനകത്ത് നമുക്ക് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ കണ്ടത് ആ പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനോർത്ത് ആ പുസ്തകം വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് മുഴുവനും സെക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. മൂലകങ്ങളും സംയുക്തങ്ങളും രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളെ മൂലകങ്ങൾ എന്ന് പറയുന്നു. ഓർത്തു വയ്ക്കുക, ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളെയാണ് എന്ത് വിളിക്കുക? മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മൂലകങ്ങൾ എന്ന് പറയുന്നത് അതിനെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ പറ്റില്ല. അതെന്താണ്? അത് ശുദ്ധപദാർത്ഥങ്ങളാണ്. നോക്കുക, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുക, രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങൾ ഏതാന്നുള്ള രീതിയിൽ ചോദിക്കാം. എന്നിട്ട് മൂലകം, സംയുക്തം, തന്മാത്ര, അങ്ങനെ പലതും തരാം. അപ്പൊ ഓർത്തു വയ്ക്കുക, രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളെ എന്ത് വിളിക്കും? മൂലകങ്ങൾ എന്ന് പറയുന്നു. അടുത്തത്, രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെ എന്ത് വിളിക്കും? സംയുക്തങ്ങൾ എന്ന് വിളിക്കും. മൂലകങ്ങൾ നമ്മൾ പറഞ്ഞ ശുദ്ധപദാർത്ഥമാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ ഇവയൊക്കെ എന്താണ്? മൂലകങ്ങളാണ്. എന്നാൽ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ് പഞ്ചസാര, ജലം എന്നിങ്ങനെയുള്ളവയെല്ലാം അല്ലെ. രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സ്. രാസപ്രവർത്തനങ്ങളിലൂടെ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ്. അപ്പം ഈ മൂലകങ്ങൾ എന്താണെന്നും സംയുക്തങ്ങൾ എന്താണെന്നും മനസ്സിലാക്കി വെക്കുക. ശ്രദ്ധിക്കണേ, ആദ്യകാലങ്ങളിൽ സ്ഥലം, രാജ്യം, ഭൂഖണ്ഡം, സ്വഭാവ ഗുണങ്ങൾ, ശാസ്ത്രജ്ഞർ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് മൂലകങ്ങൾക്ക് പേര് നൽകിയത്. അപ്പൊ ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ഓരോ രാജ്യത്തിന്റെയോ ഭൂഖണ്ഡത്തിന്റെയോ സ്വഭാവ ഗുണങ്ങളുടെയോ ശാസ്ത്രജ്ഞരുടെ പേരിന്റെയോ ഗ്രഹങ്ങളുടെയോ ഉപഗ്രഹങ്ങളുടെയോ ഒക്കെ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് മൂലകങ്ങൾക്ക് പേര് നൽകിയത്. അങ്ങനെയുള്ളവയുടെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. ഒന്ന് നോക്കിയേക്കണം. പൊളോണിയം, ഇതിന് നാമകരണത്തിന്റെ അടിസ്ഥാനം പോളണ്ട് എന്ന രാജ്യമാണ്. പോളണ്ട് എന്ന രാജ്യത്തിന്റെ പേരിൽ നിന്നുമാണ് പൊളോണിയത്തിന് എന്ത് കിട്ടിയത്? പൊളോണിയം എന്ന പേര് ലഭിക്കുന്നത്. ക്യൂറിയത്തിന് പേര് കൊടുക്കുന്നത് മേരി ക്യൂറി ശാസ്ത്രജ്ഞയുടെ പേരിൽ നിന്നാണ്. ക്രോമിയം, ക്രോം നിറത്തിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിഗോ നിറത്തിൽ നിന്നുണ്ടായ പേരാണ്. ക്ലോറിൻ, ക്ലോറോ നിറത്തിൽ നിന്നുണ്ടായ പേരാണ്. നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ പേരിൽ നിന്ന് ഉണ്ടായതാണ്. യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിന്റെ പേരിൽ നിന്നാണ് ഈ മൂലകത്തിന്റെ പേര് വന്നിരിക്കുന്നത്. അപ്പൊ ഓർത്തു വയ്ക്കുക, പൊളോണിയം, പോളണ്ട്, ക്യൂറിയം, മേരി ക്യൂറി, ക്രോമിയം, ക്രോം, ഇൻഡിഗോ, ക്ലോറിൻ, ക്ലോറോ, നെപ്റ്റ്യൂൺ, യൂറോപ്പ്. അപ്പൊ ഇതുപോലെ രാജ്യം, ശാസ്ത്രജ്ഞരുടെ പേര്, നിറം, ഗ്രഹം, ഭൂഖണ്ഡം എന്നിവയുടെ പേരുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യകാലത്ത് മൂലകങ്ങൾക്ക് പേര് നൽകിയത്. എന്നാൽ പിന്നീട് അത് മാറ്റി. പിന്നീട് എന്ത് ചെയ്തു? ആദ്യകാലങ്ങളിൽ ചിത്രങ്ങളാണ് മൂലകങ്ങളുടെ പ്രതീകങ്ങളായി ഉപയോഗിച്ചിരുന്നത്. ആധുനിക രീതിയിൽ പിന്നെ നമുക്ക് പ്രതീകങ്ങളുടെ പേര് അല്ലെ. ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച ബെർസീലിയസ് എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. ഈ ബെർസീലിയസിൽ നിന്ന് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സെലിനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടുപിടിച്ചത് ബെർസീലിയസ് ആണ്. ഓർത്തു വയ്ക്കുക, ബെർസീലിയസ് കണ്ടുപിടിച്ച മൂലകങ്ങളാണ് ഏതൊക്കെ? സെലിനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നിങ്ങനെയുള്ള ഈ 4 മൂലകങ്ങള്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ബെർസീലിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്നുകൂടി ഓർത്തു വെച്ചേക്കണം. മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ഓർത്തു വെച്ചേക്കണം. നമ്മളോട് ചിലപ്പം
PSC ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കാർബൺ, ഇംഗ്ലീഷ് നാമമാണ് കാർബൺ. അതിൽ നിന്ന് C എന്ന പ്രതീകം ഉപയോഗിച്ചാണ് കാർബണെ സൂചിപ്പിക്കുന്നത്. ഓക്സിജൻ എന്നതിന്റെ ഇംഗ്ലീഷ് നാമത്തിൽ നിന്നുള്ള O ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഓക്സിജനെ സൂചിപ്പിക്കുന്നത്. നൈട്രജന്റെ പ്രതീകം N ആണ്, ഹൈഡ്രജന്റെ പ്രതീകം H ആണ്, സൾഫറിന്റെ പ്രതീകം S ആണ്. വേണമെങ്കിൽ PSC നമ്മളോട് ഇതുപോലെയൊക്കെ ചോദിക്കാം അല്ലെ, താഴെ തന്നിരിക്കുന്നതില് സൾഫറിന്റെ പ്രതീകം ഏത് എന്നൊക്കെ വെച്ച് വേണമെങ്കിൽ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഓർത്തു വയ്ക്കാം, കാർബൺ C, ഓക്സിജൻ O, നൈട്രജൻ N, ഹൈഡ്രജൻ H ആൻഡ് സൾഫർ S. ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യ അക്ഷരങ്ങളാണ് ഇവിടെ ഈ തന്നിരിക്കുന്ന മൂലകങ്ങളുടെ എല്ലാം പ്രതീകങ്ങളെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലെ വലിയ അക്ഷരങ്ങളാണ് പ്രതീകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഓർത്തു വയ്ക്കുക, ഇംഗ്ലീഷിലെ വലിയ അക്ഷരങ്ങളാണ് പ്രതീകങ്ങളായി ഉപയോഗിക്കുന്നത്. എന്നാൽ ചില മൂലകങ്ങളുടെ പ്രതീകങ്ങളായി ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യ അക്ഷരത്തിന് പുറമെ രണ്ടാമത്തെ അക്ഷരമോ മറ്റേതെങ്കിലും പ്രധാന അക്ഷരമോ ചെറിയ അക്ഷരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആദ്യം ഇംഗ്ലീഷ് അക്ഷരത്തിലെ വലിയ അക്ഷരം കാണും, അതിന് കൂടെ എന്തും കാണും, ചെറിയ അക്ഷരം കൂടി ഉപയോഗിക്കും. അതിന് ഉദാഹരണങ്ങളാണ് കാൽസ്യം, കാൽസ്യം Ca, ഓക്കെ, കാൽസ്യം Ca, ക്ലോറിൻ Cl, ക്രോമിയം Cr, ബ്രോമിൻ Br, ബെറിലിയം Be. ഓർത്ത് വെക്കുക, PSC ഇങ്ങനെയൊക്കെ ചോദിക്കാം. Cr ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? ഏതിന്റെയാണ്? ക്രോമിയം. കാൽസ്യം Ca, ക്ലോറിൻ Cl, ക്രോമിയം Cr, ബ്രോമിൻ Br, ബെറിലിയം Be. ഇനി ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അവയുടെ ലാറ്റിൻ ഭാഷയിലെ പേരുകളിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന് ഉദാഹരണമാണ് സോഡിയം. നേട്രിയം എന്ന ലാറ്റിൻ നാമത്തിൽ നിന്നെടുത്തു, അതുകൊണ്ട് Na ആണെന്ത്? സോഡിയം. സോഡിയം Na. പൊട്ടാസ്യം, കാലിയം എന്ന് പറയുന്ന ലാറ്റിൻ നാമത്തിൽ നിന്നെടുത്തതുകൊണ്ട് K എന്ന ലെറ്റർ ആണ്, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ K ആണ് നമ്മൾ പൊട്ടാസ്യത്തിന്റെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നത്. കോപ്പർ, കുപ്രം അല്ലെ, കുപ്രം Cu, അയൺ, ഫെറം Fe. അപ്പൊ ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അവയുടെ ലാറ്റിൻ ഭാഷയിൽ നിന്നുള്ള പേരുകളിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതാണ് സോഡിയം Na, പൊട്ടാസ്യം K, കോപ്പർ Cu, അയൺ Fe. ഓക്കെ, അപ്പം മൂലകങ്ങൾ എന്താണെന്നും സംയുക്തങ്ങൾ എന്താണെന്നും അവയുടെ പ്രതീകങ്ങളും ഒക്കെ നമ്മളിവിടെ മനസ്സിലാക്കി. പിന്നെ ബെർസീലിയസിനെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പോൾ ബെർസീലിയസ് കണ്ടുപിടിച്ച 4 മൂലകങ്ങളുണ്ട്. ഈ 4 മൂലകങ്ങളും മസ്റ്റായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. PSC ക്വസ്റ്റ്യൻ ചോദിക്കാം. മക്കളെ ഒരു കാര്യം ചെയ്യൂ, ബെർസീലിയസ് കണ്ടുപിടിച്ച 4 മൂലകങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ചെയ്തേ. പഠിച്ചോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ 4 മൂലകങ്ങളുടെ പേരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്